മക്കൾ വാപ്പാക്കും ഉമ്മാക്കെതിരെ ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്. ഈ മാതാപിതാക്കൾക്കെതിരെ ചെയ്യുന്നത് റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹത അഖദാമിനാ. അല്ലാഹുവേ, പടച്ചവനെ, കരുണയുള്ളവനെ, എൻ്റെ വാപ്പയാണ് ഈ നിൽക്കുന്നത്, എൻ്റെ ഉമ്മയാണ് ഈ നിൽക്കുന്നത്. ദുനിയാവിൽ ഞാൻ പിഴച്ച് നടന്നിട്ട് ഖമാ എന്നൊരക്ഷരം മിണ്ടാത്ത എൻ്റെ ഉപ്പയാണ്. നമസ്കരിക്കാതെ വീട്ടിൽ പോത്തുപോലെ കിടന്നുറങ്ങിയിട്ട് നോമ്പ് പിടിക്കാതെ കാളകൾ തിന്നുന്നത് പോലെ തിന്നിട്ട് പടച്ച റബ്ബേ, എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാത്ത എൻ്റെ മാതാപിതാക്കളാണ് ഈ നിൽക്കുന്നതല്ലാ. എൻ്റെ പൊന്നുമോള് കണ്ടവന്റെ പിന്നാലെ ഒളിച്ചോടിയിട്ട് കണ്ടവന്റെ ആദർശത്തിൽ കിടന്ന് മറിഞ്ഞിട്ട് തിരിഞ്ഞു മറിഞ്ഞിട്ട് പരിശുദ്ധ റമളാനിൽ പോലും തലമറയ്ക്കാതെ ഇസ്ലാമിക ചൈതന്യങ്ങളെ പോലും കാത്തു സൂക്ഷിക്കാതെ അഹങ്കരിച്ച് നടന്നിട്ട് അവൾക്കുള്ള മുഴുവൻ വഴികളും തുറന്നിട്ട എൻ്റെ ഉമ്മയാണിത്. അല്ലാ, അവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. പടച്ച റബ്ബേ, ആ രണ്ട് മൃഗങ്ങളെ ഒന്ന് മലർത്ത് കിടത്തണേ അല്ലാ. നജ്അൽഹുമാ തഹത അഖദാമിനാ, ഞങ്ങളുടെ കാലിൻ്റെ കീഴിലൊന്ന് കൊണ്ടുവാ റബ്ബേ, ഞങ്ങളൊന്നവരെ ഒന്ന് ചവിട്ടട്ടെ നാദാ. വാപ്പാക്കും ഉമ്മാക്കുമെതിരെ മക്കൾ കഴിച്ചു പോയാലും കിട്ടുന്നത് വാപ്പാക്കും ഉമ്മാക്കുവാ. എന്ത് ചെയ്യാൻ പറ്റും? രക്ഷയില്ല. നമ്മൾ ദുആ ചെയ്യണം, അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. പഠിപ്പിച്ചിട്ട് പഴിച്ചു പോയ ഞാനല്ല ഉത്തരവാദിത്തം. അല്ലാഹ് ഔഫവ്വിദു അംരി ഇലല്ലാഹ്. മക്കൾ പഴിച്ചു പോകാതിരിക്കുക ഒരു ദുആ പറഞ്ഞു തരാം ഖുർആൻ കൊണ്ട് തന്നെ. രാവിലെ സ്കൂളിൽ വിടുമ്പം, മദ്രസയിൽ വിടുമ്പം, പുറത്തേക്ക് വിടുമ്പം ആ തലയിൽ കൈവച്ചിട്ട് ഈ ഒരു സൂറത്ത്, ഒരു ആയത്ത് ഓതിക്കൂട്. വഉഫവ്വിദു അംരി ഇലല്ലാഹ്, വഉഫവ്വിദു അംരി ഇലല്ലാഹ്, വഉഫവ്വിദു അംരി ഇലല്ലാഹ്. 3 പ്രാവശ്യം ഓതിയിട്ട് വിട്. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. അവനെ അവളെ അള്ളാഹ് നോക്കിക്കോളും. ഇതിൽ നിന്ന് ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മക്കറു. ആരാണോ അവളെ അവനെ ഇടങ്ങിറക്കാൻ പോണത്, അതിൽ നിന്ന് അള്ളാഹു അവരെ സഹായിച്ചോളും. വിശ്വാസത്തോട് ചെയ്ത് നോക്ക്, കിട്ടും. വിശ്വാസമില്ല ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. വിശ്വാസത്തോടു കൂടി ചെയ്തത്. ഇത് ഖുർആൻ പറഞ്ഞ വാക്കാണ്. സൂറത്തുൽ മുഅ്മിൻ ഖുർആൻ പറഞ്ഞ വാക്കാണ്. എടുത്തു വെച്ച് പരിശോധിച്ച് വെക്കോളി. നമുക്ക് ഗുണം കിട്ടും. എല്ലാ മേഖലകളിലും നമുക്ക് റാഹത്ത് കിട്ടും. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടാൽ, ഖുർആനെ സഹായിച്ച എല്ലാ മേഖലയിലും നമുക്ക് റാഹത്ത് കിട്ടും. നാളെ അള്ളാഹ് ഈ മക്കൾ പറയും, എന്നെ പിഴപ്പിച്ച് എൻ്റെ വാപ്പാണ്, എൻ്റെ ഉമ്മാണ്. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. പടച്ചവനേ, ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ചു പോയി, ഞങ്ങൾ വഴിവിട്ട ജീവിതം നയിച്ചിട്ട് ഞങ്ങളെ പഠിപ്പിക്കാനോ ഇൽമിലേക്ക് തിരിച്ചുവിടാനോ തയ്യാറാകാത്ത ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ശപിക്കണേ അല്ലാ. ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് കൊടുക്കണേ അല്ലാ. നാളെ മക്കൾ ദുആ ചെയ്യും. ഹദീസൊക്കെ ഒരുപാടുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൽ നീങ്ങുന്നില്ല. അതിൻ്റെ ഇഷ്ടം പോലെ ഹദീസ് ഞാൻ നിരത്തിയിട്ട് തരാം അല്ലാഹുവിൻ്റെ ഫضل കൊണ്ട്. സമയമില്ല, ഞാൻ ഖുർആൻ ഓതി മാത്രം പെട്ടെന്ന് പോവാണ്. അപ്പം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാതെ, അവർ ഭൗതികം പഠിക്കട്ടെ, ഭൗതികം വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ വഴികെട്ട ഭൗതികമല്ല നമുക്ക് വേണ്ടത്. കോളേജ് ക്യാമ്പസും ഇന്നത്തെ ഒക്കെ പൊതുമേഖലകളൊക്കെ എന്താണ്? ഒരു കാലഘട്ടം വരും, ലാ തഖൂമു സ്സാഅ, ലോകം അസ്തമിക്കുകയില്ല, ഹത്താ യതസാഫദൻ നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കൂല. ആ കാലഘട്ടത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് യതസാഫദൻ നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. മൃഗങ്ങളെ പോലെ നടു റോഡിലും വഴിയോരങ്ങളും കോളേജ് ക്യാമ്പസുകളിലുമെല്ലാം മനുഷ്യർ പരസ്പരം വീഴ്ച ചെയ്യുന്ന ഒരു കാലം വരാതെ ലാ തഖൂമു സ്സാഅ, ലോകം അസ്തമിക്കുകയേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി കാണുന്ന അങ്ങനല്ലേ? പരസ്യമായിട്ടല്ലേ കെട്ടിപ്പിടിക്കണത്? ഒരു പേടിയുണ്ടോ? ഒരു നാണമുണ്ടോ? പരസ്യമായിട്ട് എത്രത്തോളം ഒരു ആണ് ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കും, ഹഗ് ചെയ്യും വഴിയോരങ്ങളിൽ വെച്ച്. അങ്ങനെ ഒരു കാലം വരുമ്പോ ഒരാൾക്കും തടയാൻ കഴിയൂല. തടയാൻ അവർക്ക് പേടിയാണ്. എല്ലാം മറന്ന് ആ നീച വൃത്തിയെ തടയാൻ ആരെങ്കിലും ഉണ്ടോ? അവർക്ക് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം കൂലി കിട്ടുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. നമ്മുടെ മോളെ എവനെങ്കിലും സ്കൂളിൽ കോളേജിൽ ആക്രമിച്ച വാപ്പാക്ക് ചോദിക്കാൻ പറ്റുമോ? വളഞ്ഞിട്ട് വാപ്പായെ കൊന്നുകളയും.
മിണ്ടാൻ പറ്റൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞ. ചോദിക്കാൻ പറ്റുമോ? സദാചാര പോലീസ് എന്ന് പറഞ്ഞ് നമ്മളെ കൈകാര്യം ചെയ്യും. പെണ്ണും എളിഞ്ഞു നിൽക്കല്ലേ. വാപ്പ ആയാലും ആങ്ങളെയായാലും പെങ്ങളായാലും എൻ്റെ വാപ്പ ഒന്നും കുഴപ്പമില്ല, ആളിയ എനിക്ക് എൻ്റെ ഇക്ക മതി, എൻ്റെ ചേട്ടൻ മതി എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നത്. വാപ്പായും വേണ്ട, ഉമ്മയും വേണ്ട, ഇസ്ലാമും വേണ്ട, ശരീഅത്തും വേണ്ട. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഈ മക്കളെ പിഴച്ചു പോകാനുള്ള കാരണം എന്ത്? ഖുർആൻ പഠിപ്പിക്കാത്തുണ്ട്. ഈ തന്തയും തള്ളയും പഠിപ്പിച്ചു കൊടുക്കാത്തുണ്ടല്ലേ. പഠിപ്പിക്കുന്ന മൊത്തം ഭൗതികം മാത്രം തലയിൽ കയറുമ്പോൾ ഖുർആനുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ഈ ഭൗതികം മൊത്തം ഖുർആനാണ്. അത് ആദ്യം പഠിച്ചു വെച്ചോളി. ഭൗതികം മൊത്തം ഖുർആൻ. മൃഗങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഖുർആൻ പഠിപ്പിക്കുന്നത് എന്തിനാണിത്? മൃഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഖുർആൻ പഠിപ്പിക്കുന്നത്. തുടക്കം അല്ലാഹു തആല സൂറത്തിന്റെ തുടക്കമോ ബഖറ മൃഗത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. നമ്മൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ജിയോഗ്രഫി ചാനലൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തിനുള്ള ബഖറ കൊണ്ട് തുടങ്ങിയത്? എന്തിനുള്ള നാസിൽ എത്തിച്ചത്? അവസാനമാണ് നമുക്ക് മനുഷ്യനാക്കി മാറ്റിയത്. നാസ് മനുഷ്യൻ. ആ മനുഷ്യനാക്കി മാറ്റിയത് ഈ 114 സൂറത്തുകളും പഠിച്ചിട്ടാണ് അവനവിടെ കൊണ്ട് എത്തിച്ചത് അല്ലാഹു തആല. അപ്പൊ അവനെ മൃഗീയ സംസ്കാരത്തിൽ നിന്ന് യഥാർത്ഥ മനുഷ്യ സംസ്കാരത്തിലേക്ക് എത്തിച്ചത് ഖുർആനാണ്. ആ ഖുർആൻ പഠിക്കണം, ആ ഖുർആൻ പഠിപ്പിക്കണം. അതിന്റെ മദ്രസകൾ ഉണ്ടാകണം, അതിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ മക്കൾ പിഴച്ചു പോകരുത്. ലാ യുഅല്ലിമൂനൽ ഖുർആന വൈലുൽ ഔലാദി ആദമ മിൻ ആബായിഹിം ലാ യുഅല്ലിമൂനൽ ഖുർആന വൽ ഫർള വൽ അദബ. നമ്മുടെ മക്കൾക്ക് ഖുർആനും അദബും മര്യാദയും പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ നമ്മുടെ മക്കൾ ആരെങ്കിലും പിഴച്ചു പോയാൽ ഫയൻഷൗന ജുഹാല, അവരങ്ങനെ ജാഹിലീങ്ങളായി അധപ്പതിച്ചു പോയാൽ അനബരിഉ മിൻ ഹൗലാ, എന്നെ നിങ്ങൾ കുറ്റം പറയരുത് കേട്ടോ, അവർ ഞാനുമായി നാളെ ആഖിറത്തിൽ ഒരു ബന്ധവുമില്ല. നബിയുനാ ഷഫീനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പൊന്നു പെങ്ങളെ, എൻ്റെ പൊന്നാങ്ങളമാരെ, നിങ്ങളെ മക്കളെ ഖുർആൻ കൂടെ പഠിപ്പിക്കും. നിങ്ങൾ ഭൗതികം പഠിപ്പിച്ചോളി. ഇന്ന് ഇഷ്ടംപോലെ ഹാഫിളുകളുടെ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയറുണ്ട്, സയൻറ്റിസ്റ്റുണ്ട്, എല്ലാവരും ഉണ്ട്. ഇഷ്ടംപോലെ ആളുണ്ട്, വക്കീലന്മാരുണ്ട്, ഹാഫിളുകൾ, ആലിമിങ്ങൾ. നമ്മുടെ ഈ സ്ഥാപനത്തിലും ഭൗതികമല്ല പഠിക്കുക, ആത്മീയ മാത്രമല്ല പഠിക്കുന്നത്, ഭൗതികവും പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, ഉറുദു പഠിക്കണം, എല്ലാ ഭാഷയും പഠിക്കണം, എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കണം. പരിശുദ്ധമായ ഖുർആനിന് മുൻഗണന നൽകണം, ഇസ്ലാമിന് മുൻഗണന നൽകണം. ഇസ്ലാമാണ് നമ്മുടെ എല്ലാം. അത് വിട്ടാൽ എല്ലാം തീർന്നു. മരിക്കുന്ന സമയത്ത് പ്രവാചകന്മാരുടെ ദുആയും തവഫനി മുസ്ലിമ എന്നാണ്. മുസ്ലിമാക്കി നീ മരിപ്പിക്കണേ അല്ലാഹ്, അതായിരുന്നു അവരുടെ ദുആ പോലും. നമ്മളും ആഗ്രഹിക്കേണ്ടത് അതാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുത്തൻ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കാറായി അവൻ ആ സ്വർഗത്തിന്റെ ഒരു മുഴ എത്താറാവുമ്പോൾ അവൻ ഇസ്ലാമിനെതിരായ പണിയെടുക്കും, അവൻ കാഫിറിന്റെ പണിയെടുക്കും, അവൻ കാഫിറായിട്ട് ചാവും. ഒരാള് കാഫിറിന്റെ പണിയെടുത്തെടുത്ത് ജീവിച്ച് നരകത്തിന്റെ വക്കിലെത്താറാവുമ്പം ഇസ്ലാമിലേക്ക് വന്നു, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഇസ്ലാമിന്റെ പണിയെടുക്കും, അവ സ്വർഗത്തിൽ കയറും. ഇതാണ് അള്ളാന്റെ തർത്തീബ്. എപ്പോൾ നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ ആലിമ എല്ലാമായിട്ടിരുന്നാലും നമ്മൾ എപ്പോഴാണ് എങ്ങനെ മരിക്കുക നമുക്കറിയില്ല. എപ്പോഴും ദുആ ചെയ്യ്, അല്ലാഹുവേ ഹിദായത്തിന്റെ വഴിയിൽ ജീവിച്ച് ഈമാന്റെ വഴിയിൽ മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യ്. ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് തരട്ടെ. അല്ലാഹ് തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുക. നമ്മളെ മക്കൾക്ക് ഖുർആനുമായിട്ട് ബന്ധം. 62 വയസ്സ് ഈ അടുത്ത സമയത്ത് ഒരാൾ ഹാഫിളായി, 57 വയസ്സ് ഹാഫിളായി. അപ്പൊ ഈ റമദാനിന്റെ മാസത്തെ അള്ളാഹു ആദരിച്ചത് ഈ ഖുർആൻ ഇറക്കിയത് കൊണ്ടാണ്. 4 കാര്യം ലോക നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു തആല ഇറക്കിയത്. ഒന്ന്, അല്ലാഹ് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു വിളിച്ചു പറയുകയാണ് ജനങ്ങളോട്, ലോക ജനതയെ. അല്ലാഹുവിൻ്റെ വിളിയാണ്, അവൻ്റെ സന്ദേശമാണ്. യാ അയ്യുഹന്നാസ്, അന്നാസ് ജനങ്ങളെ എന്നാണ് വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്നല്ല. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ ഒരുവനാണ്, അവനെ നിങ്ങൾ ആരാധിക്കണേ. യാ അയ്യുഹന്നാസ്, ലോകത്തോട് അല്ലാഹു വിളിച്ചു പറഞ്ഞ 4 കാര്യം. ഒന്ന്, അല്ലാഹു ഒരുവനാണ് എന്നുള്ളതാണ്. അവനല്ലാതെ ഒരു ഇലാഹില്ല, അന്നാസ്. രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് ബശീറൻ വനദീറാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നിയോഗിച്ചത്. അത് നമ്മുടെ മാത്രം നന്മയല്ല, ലോക നന്മയ്ക്കാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, സമസ്ത മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്തിന്റെ നേതാവും ജേതാവുമായ വിപ്ലവത്തിന്റെ സൂര്യനായ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ സയ്യിദുൽ വറ റസൂലുള്ളാഹി തങ്ങളെ ലോകത്തേക്ക് അല്ലാഹു നിയോഗിച്ചത്. ലോകത്തിന്റെ രക്ഷകൻ, ലോകത്തിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ തിരുനാളം അന്നാസ് എന്നാണ് അവിടെ ഉപയോഗിച്ചത്. മൂന്നാമത് ലോകത്തിന്റെ നന്മയ്ക്ക് അല്ലാഹു ഉപയോഗിച്ചത് പരിശുദ്ധ ഖുർആനാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. ഹുദൽ ലിന്നാസ്, ഹുദൽ ലിന്നാസ്, ലോക ജനതയുടെ നന്മയാണ് ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. ലോകത്തുള്ളവരെ, നിങ്ങൾക്ക് നന്മ വേണോ? നിങ്ങൾക്ക് സന്മാർഗം കാണണോ? നിങ്ങൾ സച്ചരിതരാകണോ? സദ്ഗുണ സമ്പന്നരാകണോ? സദ്സ്വഭാവത്തിന്റെ ഉടമകളാകണോ? ഖുർആനിലേക്ക് മടങ്ങണേ. മുദല്ലിന്നാസ്, ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട് ഹിദായത്തിന്റെ ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. എന്നിട്ട് ഖുർആൻ സ്വീകരിച്ച ഉമ്മത്തിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. നമ്മളെ, ഇരിക്കുന്ന നമ്മളെ, ഈ നോമ്പെടുത്ത നമ്മളെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഉഖ്രിജത് ലിന്നാസ്. ഓർക്കണേ, നമ്മളെ കുറിച്ച് അല്ലാഹു പറയുന്നത് നാലാമതായി ലോകത്തിന് അല്ലാഹു നൽകിയ സമ്മാനമാ ഈ മുസ്ലിം സമുദായമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഉഖ്രിജത് ലിന്നാസ് കുന്തും ഖൈറ ഉമ്മ, ഉത്കൃഷ്ടരായ സമൂഹമാണ് നിങ്ങൾ, ശ്രേഷ്ഠരായ സമൂഹമാണ് നിങ്ങൾ. ആ സമൂഹം നിങ്ങളുടെ ബാധ്യത എന്തെന്നറിയോ? ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ ജോലിയാണ്. തഅമുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ, നന്മ ഉപദേശിക്കണേ, തിന്മയെ തടയണേ. ഈ ഒരു ബാധ്യത അല്ലാഹു ഏൽപ്പിച്ചത് ഈ സമുദായത്തിന്റെ മേലാണ്. ഈ 4 കാര്യത്തല്ല, അഞ്ചാമതൊരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതാണ് ഈ 4 കാര്യം. 1 അല്ലാഹ്, 2 റസൂല്, 3 ഖുർആൻ, 4 ഈ ഉമ്മത്ത്. അപ്പൊ ഈ ഉമ്മത്താണ് ഈ ഖുർആനെ ഏറ്റെടുത്തതെന്നാണ് എൻ്റെ അർത്ഥം. ഈ ഉമ്മത്താണ് ഈ ഖുർആൻ ഏറ്റെടുത്തത്. വേറെ ആരും ഏറ്റെടുത്തു? ഈ ഉമ്മത്ത് ഈ ഖുർആനെ ഏറ്റെടുക്കണം. ഏറ്റെടുത്തില്ല എങ്കിൽ അത് 4 വലിയ പ്രശ്നമാവും. ഏറ്റെടുത്തവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഹുദൽ ലിൽ മുത്തഖീൻ. സംശയം മന്യേ, സംശയം വേണ്ട, നിസ്സംശയം ഈ ഖുർആൻ മുത്തഖീങ്ങളുടെ വഴികാട്ടിയാണ്, വഴികാട്ടിയാണ്. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ. ഏത് തഖ്വ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. എന്തിനാണ് ഈ പകൽ സമയത്ത് വിശന്നു പൊട്ടിയ വയറുമായി ഈ 12 മണിക്കൂറുകളോളം കഴിഞ്ഞുകൂടുന്നത്? അല്ലാഹ് ഹലാലായത് നമ്മുടെ മേൽ ഹറാമാക്കിയ സമയമത്രേ. ഹലാലായ ഭാര്യയെ നമുക്ക് ഹറാമാക്കി, ഹലാലായ പാനീയം ഹറാമാക്കി, ഹലാലായ ഭക്ഷണം ഹറാമാക്കി. അല്ലാഹു അതെല്ലാം നമ്മളിൽ നിന്ന് ഒഴിവാക്കിയിട്ട്, അല്ലാഹുവേ നീ എങ്ങനെയാണോ അതേപോലെ ഞങ്ങളും ഇതാ നിന്നോട് ഐക്യദാർഢ്യത്തോടു കൂടി കഴിയുകയാണ്. പടച്ചവനെ, അതിന് കഴിവുള്ളത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അതിനാണ് നോമ്പ് നൽകി അല്ലാഹു നമ്മെ സംസ്കരിച്ചെടുത്ത് തഖ്വയുള്ളവരാക്കി മാറ്റുന്നത്. ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ. ഹലാലായ ഭാര്യ ഹറാമാണ് ഈ സമയം.
ഹലാലായ വെള്ളം ഫ്രിഡ്ജിലിരിപ്പുണ്ട്, ഭയങ്കര ചൂട്, വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ എന്ത് ചൂട്. രഹസ്യമായിട്ട് പോയിട്ട് ഫ്രിഡ്ജിരിക്കുന്ന വെള്ളം എടുത്ത് കുടിച്ചാലോ? പറ്റൂല, അള്ള കാണുന്നുണ്ട്. എനിക്ക് പറ്റൂല, ഞാൻ കുടിക്കൂല. കൊച്ചു കുട്ടികൾക്ക് പോലും സ്കൂളിൽ നിന്ന് വന്ന മോനെ നീ നോമ്പ് വിടണം. ഇല്ല, ഞാൻ നോമ്പ് വിടൂല. ക്ഷീണിച്ച് അവശനായി ഒട്ടിയ വയറുമായി ഉണങ്ങിയ ചുണ്ടുകളുമായി കുഴിഞ്ഞ കവിൾത്തടങ്ങളുമായി അവൻ വന്നിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങും, എന്നാലും വെള്ളം കുടിക്കൂല. ഇല്ല, ഞാൻ കുടിക്കൂല. കൊച്ചു കുട്ടികളെ പോലും നമ്മൾ തിരുത്താൻ നോക്കി നടക്കൂല, ആരും കുടിക്കൂല. ഹലാലായ വെള്ളമുണ്ട്, നമ്മളത് ഒഴിവാക്കി. ഹലാലായ ഭാര്യയുണ്ട്, അത് നമ്മൾ ഒഴിവാക്കി. ഹലാലായ ഭക്ഷണം ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അത് വേണ്ട, എനിക്ക് വേണ്ട. ഇനി നോമ്പില്ലെങ്കിൽ പോലും നീ തിന്നടി എന്ന് പറഞ്ഞാൽ എനിക്ക് നോമ്പിലുള്ള പീരീഡ്സ് അല്ല, ഇല്ല അതൊന്നും അങ്ങനെ വേണ്ട, എനിക്കങ്ങനെ കഴിക്കാമെന്ന് മനസ്സ് വരുന്നില്ല, നോമ്പ് സമയമല്ലേ, അവർ പോലും വയറ് നിറയ്ക്കൂല. അള്ള തഖ്വയുണ്ട്. എന്തിനാണെന്ന് ഈ ഹലാലായത് നമുക്ക് ഹറാമാക്കിയിട്ട് റമദാന് ശേഷം ഹറാമായതിനെ സ്ഥിരമായി നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അള്ള തരുന്ന ഒരു പ്രാക്ടീസാണ് ഈ റമദാൻ. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ലഅല്ലകും തത്തഖൂൻ, തഖ്വ. അങ്ങനെ ഈ തഖ്വ ഉള്ളവരാണ് ഈ ഖുർആനെ ഏറ്റെടുത്തത്. ആരെ ഏറ്റെടുക്കാൻ? തഖ്വ ഉള്ളതിന് ഏറ്റവും വലിയ അടയാളം എന്താ? ഈ ഖുർആൻ കൊണ്ടും നമ്മൾ തഖ്വ ഉള്ളവരാണ്, മുത്തഖീങ്ങളാണ്, നമ്മൾ സൂക്ഷ്മതയുള്ളവരാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? അല്ലാഹ് പറയുന്നു, ആരാ മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്സലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഈ ലോകമല്ല നമുക്കുള്ളത്, ഇത് നശ്വരമാണ്, ക്ഷണികമാണ്, നൈമിഷികമാണ്. അനശ്വരമായ ഒരു ലോകം നമ്മെ കാത്തിരിപ്പുണ്ട്. ഏത് സമയത്താണെന്നോ എപ്പോഴാണെന്നോ ആ വിളിക്ക് ഉത്തരം നൽകിയേ മതിയാവൂ. അതിൽ നിന്ന് വിട പറയാനോ ഒഴികഴിവ് പറയാനോ സാധ്യമല്ല. അത് എവിടെ വെച്ചാണോ അല്ലാ, അത് നീയല്ലാതെ മറ്റാരും അറിയില്ല റബ്ബേ. അത് യാത്ര ചെയ്യുമ്പോഴായിരിക്കാം, ഉറങ്ങുമ്പോഴായിരിക്കാം, നമസ്കരിക്കുമ്പോഴായിരിക്കാം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴാകാം, വിദേശത്ത് വെച്ചാകാം. അല്ലാഹു അഅലം, അല്ലാഹു അഅലം. ഇന്നലെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത കണ്ടില്ലേ? 19 വർഷമായി മക്കളില്ലാതെ ദാഹിച്ച് മോഹിച്ചിരുന്ന് ഇരു കരങ്ങളും റബ്ബിന്റെ ദർബാറിലേക്ക് നീട്ടി 19 വർഷത്തിന് ശേഷം അല്ലാഹുവിന്റെ തീരുമാനം വന്നു, നിനക്കിതാ ഒരു കൺമണിയെ ഞാൻ സമ്മാനിക്കുകയാണ്. ആ പൊന്നോമനയെടുത്ത് ചുടുചുംബനം നൽകിയിട്ട് ആ ആശുപത്രിയിൽ നിന്ന് ഇതാ വീട്ടിലേക്ക് മടങ്ങുമ്പോ ഇന്നാ ഇലാ റബ്ബിനാ ലറാജിഊൻ. അല്ലാഹുവേ, എനിക്ക് വേണ്ടി നീ ഒളിപ്പിച്ചു വെച്ച ആ സമ്പത്ത് എന്നെ നീ കാണിച്ചിട്ട് നിന്നിലേക്ക് ഇതാ എന്നെ നീ വിളിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞില്ലേ? ചിന്തിക്കണം, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ആയസ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഞാനൊരു ചെറുപ്പക്കാരനാ, 25 വയസ്സേ എനിക്കുള്ളൂ. 60 വയസ്സ് വരെ ജീവിക്കാൻ എനിക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് നമ്മൾ കരുതുന്നെങ്കിൽ പത്രം എടുക്കണേ ചെറുപ്പക്കാരാ. പത്രത്തിന്റെ ചരമകോളം എടുത്ത് നീ നിന്റെ കണ്ണൊന്ന് അതിലൂടെ ഒന്ന് ഓടിച്ചു നോക്കുമ്പോ ഒരു 40% ചെറുപ്പക്കാരാണ് മരിച്ചിരിക്കുന്നത്. നിനക്ക് അവരുടെ ഫോട്ടോ കാണാം. കഴിഞ്ഞ ദിവസത്തിലെ ചങ്ങനാശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ 25 വയസ്സാണ്, ജിമ്മിലെല്ലാം പോയിട്ട് വന്ന് കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കിടക്കുകയാണ്. 25 വയസ്സ് 26 വയസ്സ് ചുറുചുറുക്കുള്ള സമയമാണ്. എന്തിനാണ് ഓടുന്നത്, ചാടുന്നത്, ജിമ്മിൽ പോകുന്നത്? തൻ്റെ ശരീരത്തിൻ്റെ അമിതമായ കൊഴുപ്പുകളെ അകറ്റിയിട്ട് തൻ്റെ ശരീരത്തെ ഉരുക്കുമുഷ്ടിയാക്കി മാറ്റിയെടുക്കാൻ പാടുപെട്ട ചെറുപ്പക്കാരനെ അല്ലാഹു വിളിക്കുന്നു, നിർത്തടാ, മതിയാക്കടാ, എൻ്റെ ദർബാറിലേക്ക് നീ വേഗം കടന്നു വരണേ. മനുഷ്യൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ. രാവിലെ നടക്കുന്നു, ഓടുന്നു, ഇതിലൂടെ ഓടുന്നത് കാണാം, നടക്കുന്നത് കാണാം. പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് പത്രത്തിൽ കാണാം. എത്ര സംഭവങ്ങൾ എണ്ണിയാ തീരൂല. നമ്മൾക്ക് ഈ ഓടുന്നതും ചാടുന്നതും ഒക്കെ കുറച്ച് ദിവസം കൂടെ ഒന്ന് ജീവിക്കാം, കുറച്ചുകൂടെ ആഫിയത്ത് കിട്ടട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പക്ഷേ പറയാൻ പറ്റൂല, അതൊക്കെ നിമിഷ നേരം കൊണ്ട് തട്ടിപ്പോകാം. ആഫിയത്ത് തരട്ടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, HOD ആണ്. എല്ലാവരും കൺസൾട്ടിംഗ് റൂമിൽ ഡോക്ടറെ പ്രതീക്ഷിച്ചിരിക്കുന്നു, കാണുന്നില്ല. കോഴിക്കോടല്ല, കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണുന്നില്ല. അവസാനം ഹെഡ് നേഴ്സ് വന്ന് നോക്കുമ്പോൾ എന്താ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കസേരയിൽ ഇരുന്ന് മരിച്ചു. ആ ഡോക്ടർ കസേരയിൽ ഇരുന്ന് അതേ ഇരുത്തേല് മരിച്ചു. എല്ലാ ഹാർട്ട് പേഷ്യന്റിനെ നോക്കുന്ന കാർഡിയോളജിയുടെ ഹെഡാണ്, അദ്ദേഹത്തെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. മനസ്സിലാക്കണം നമ്മൾ.
യോഗ ചെയ്താൽ അറ്റാക്ക് വരൂല എന്ന് പറഞ്ഞിരുന്ന ഒരു 38 വയസ്സുകാരൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ യോഗാചര്യൻ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അയാൾ ഭയങ്കര യോഗ നടത്തി കൊടുക്കുന്ന ആളാണ്. പരസ്യമായി വാഗ്ദാനം ചെയ്തു, യോഗ ചെയ്യുന്നവർക്ക് ഒരിക്കലും അറ്റാക്ക് വരൂല. കഴിഞ്ഞ മാസം 38ാമത്തെ വയസ്സിൽ ചെന്നൈയിൽ വെച്ച് യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു അദ്ദേഹം. ഇതാണ് അള്ളാൻ്റെ കളി. ഇതൊക്കെ കയ്യിലിരിക്കുന്ന കാര്യം അള്ളാൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ഓടിയിട്ടും ചാടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എപ്പോഴാണോ പോകുന്നത് അതിന് വേണ്ടി തയ്യാറായിരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. വേറെ മാർഗ്ഗമൊന്നും ഇതിനകത്തില്ല. ഇതിലൊരു എക്സ്ക്യൂസും ഇല്ല. പടച്ചോനെ പ്ലീസ് അല്ല, കുറച്ച് ദിവസം കൂടെ, 2 ദിവസം കൂടെ, റമദാൻ ഒന്ന് തീർത്തോട്ടെ അല്ല. പടച്ചോനെ ഞാൻ ഇറച്ചി വാങ്ങി വെച്ച് എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കട്ടെ റബ്ബേ. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. പരിശുദ്ധമായ യാസീൻ സൂറത്ത് ഓതുമ്പോൾ ഈ ആയത്തുകൾ നിങ്ങളൊക്കെ ഒന്ന് നല്ലതുപോലെ ഓർക്കണേ, നല്ലപോലെ ചിന്തിച്ചു വേണം ഓതാൻ. എപ്പോഴാണ് ഇത് സംഭവിക്കുക? അല്ലാഹു നിന്റെ വഅദ വയഖൂലുന മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് സംഭവിക്കുക? എപ്പോഴാണ്? മാ യൻളുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖിസിമൂൻ. ഒരുപക്ഷേ നീ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ആ വിളി വരുന്നത്, അല്ലെങ്കിൽ നീ നടക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ പൊടുന്നനെ സംഭവിക്കാം. ആ സമയത്ത് നിന്റെ റൂഹിനെ പിടിക്കാൻ മലക്ക് വരുമ്പോ നീ ആ മലക്കിനോട് യാചിക്കുകയാണ്, എൻ്റെ മക്കൾക്കുള്ള ഭക്ഷണം എൻ്റെ കൈകളിലാണ്, എൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് കാണട്ടെ, എൻ്റെ കുട്ടി പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് ഞാനൊരു തൊട്ടിൽ വാങ്ങി വരട്ടെ, എൻ്റെ റൂഹിനെ പിടിക്കല്ലേ, എനിക്ക് വീട് വരെ പോകാൻ ഒരു അവസരം നൽകണേ. ഉടനെ മറുപടി എന്തെന്നറിയോ? ഫലാ യസ്തതിഊന തൗസിയാ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഇല്ല കേട്ടോ, ഇല്ലടാ, നിന്റെ ഡേറ്റ് ഓഫ് എക്സ്പയർ ആയിരിക്കുകയാ. ഇനി നിനക്ക് വീട്ടിലേക്ക് മടങ്ങാനോ, നിന്റെ കയ്യിലുള്ള വസ്തുക്കൾ, ഭക്ഷണങ്ങൾ നിന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാനോ, നിന്റെ ഭാര്യയോട് വസിയത്ത് ചെയ്യാനോ സാധ്യമല്ല. സമയം കഴിഞ്ഞു, ഇവിടെ വെച്ച് തന്നെ പിടിക്കാൻ. യാസീൻ സൂറത്ത് ഓതുമ്പോൾ സഹോദരിമാർ ഇതൊക്കെ ഒന്ന് ഓതി ചിന്തിച്ചിട്ട് ഓത്, ചുമ്മാ ഓടിച്ചു വിടല്ലേ പ്ലീസ്. യാസീൻ ഓതുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മളെ കുറിച്ചൊക്കെ അതിൽ സംസാരിക്കുന്നുണ്ട്. എപ്പോഴാണ് എൻ്റെ റൂഹ് പോവുക? ഫലാ യസ്തതിഊന തൗസിയാ, നിനക്ക് വസിയത്ത് ചെയ്യാൻ അവസരം കിട്ടൂല കേട്ടോ. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്, ഒരു 10 വാര നടന്നാൽ എൻ്റെ വീട്ടിലേക്ക് എത്താം. ഇല്ല 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 ഇല്ല. മുക്കുന്നത്ത് പോയി കബർവാല് വാങ്ങിക്കൊണ്ട് വരുന്ന വഴിയിൽ പള്ളിയുടെ തിരുമുറ്റത്ത് വെച്ച് നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. തൊട്ടടുത്താണ് ആ വീട്. ഫലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഇല്ലടോ, വീട്ടിലേക്ക് പോകാൻ സാധ്യമല്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെയാണ് മരിക്കുന്ന ആർക്കറിയില്ല, പക്ഷേ മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഖുർആൻ കൊണ്ട് തഖ്വ ഉള്ളവരായി മാറിയത്. ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർ അദൃശ്യ ലോകത്തെ വിശ്വസിക്കുന്നവരത്രേ. നമ്മൾ ഇതൊക്കെ ചോദിക്കും, എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത്? ഈ വെറുതെ എന്തിനാണ് ഈ മന്നാനിയാക്കി ഇത്രയും കൊടുക്കുന്നത്? ആ പള്ളിക്ക് കൊടുക്കുന്നു, ഈ പള്ളിക്ക് കൊടുക്കുന്നു, ആ മദ്രസയ്ക്ക് കൊടുക്കുന്നു, ഈ മദ്രസയ്ക്ക് കൊടുക്കുന്നു. ഇതുകൊണ്ട് എന്താ ലക്ഷ്യം? ഈ കാറ്റ് കുറച്ച് ഇങ്ങോട്ട് വെക്കാൻ പറ്റുമോ? കാറ്റ് ശരി, സൗകര്യം, അല്ലെങ്കിൽ വേറൊരു ഫാൻ എടുത്ത് വെച്ചെന്നാലും മതി. കുറച്ച് എല്ലാവർക്കും വേണ്ട. ഇതെല്ലാം AC ആക്കണം ഉസ്താദേ. ഇനി ഹെലികോപ്റ്ററിൻ്റെ ഒരു ഫാൻ ഉണ്ടല്ലോ ഇവിടെ, അത് വാങ്ങിച്ചിട്ടാ പോരെ? നമുക്ക് ആരെങ്കിലും കൊണ്ട് ഓഫർ ചെയ്യിപ്പിക്കുക, ആരെങ്കിലും ഒരു നിയത്ത് ചെയ്താൽ നമുക്ക് ഇല്ലേ ഒരു ഹെലികോപ്റ്റർ ഫാൻ ഉണ്ടല്ലോ, വലിയ 1 ലക്ഷം രൂപ എന്താന്ന് തോന്നായിരുന്നു. വലിയൊരു എല്ലാവർക്കും കിട്ടും, പെണ്ണുങ്ങൾക്ക് കിട്ടും, ആണുങ്ങൾക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടുമല്ലോ. ഇപ്പം അങ്ങനെയാണ് സംഭവം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്,
നമ്മുടെ ഒറിജിനൽ ഒരു യാത്രയുണ്ട്, അതാണ് നമ്മുടെ ഒറിജിനൽ യാത്ര. നമ്മൾ ഈ കൊടുക്കുന്ന പൈസ, ഈ ചെയ്യുന്ന സദഖ, ഈ ഉസ്താദമാരൊക്കെ നിങ്ങളെ നിർബന്ധിച്ചൊക്കെ അടിച്ച് തല പഴിപ്പിച്ച് നിങ്ങളെ കൊണ്ട് വാങ്ങിക്കുന്ന ഈ പൈസയുടെയൊക്കെ ഗുണം ഇപ്പം നിങ്ങൾക്കറിയില്ല. പറയൂല. അള്ളാഹുവാണ് ഇപ്പം അറിയില്ലേ? നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും. ഇത് മരിക്കുന്ന സമയം ചില ആളുകളെ ചില കാര്യങ്ങൾ അറിയിച്ചിട്ടേ മരിക്കും. ഈ ചില ആളുകൾ പള്ളിക്കൊന്ന് ഇഷ്ടം പോലെ ഉണ്ടാവും, ഇട്ടുമൂടുന്ന സ്വത്തുണ്ടാകും. ഇതൊക്കെ പിടിച്ചു വെച്ചിട്ട് ആളുകൾ കൊടുക്കാതിരിക്കും. അവൻ മരിക്കുന്ന സമയമാകുമ്പോൾ അള്ളാഹ് അവനെ കൊണ്ട് പറയിക്കും. വല്ലാഹി സത്യം, ഖുർആൻ പറയുന്ന വാക്കാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിളി വരുമ്പോ, അവൻ്റെ തീരുമാനം വരുമ്പോ, അവനോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ സമയമെത്തുമ്പോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ ഭൗതികമായ രസാനുഭൂതികളോ അതിന് തടസ്സമാകാതിരിക്കട്ടെ. ബാങ്ക് വിളി കേട്ടാൽ നേരെ പള്ളിയിലേക്ക് പോകണേ. അപ്പോൾ കുട്ടികൾ കിടന്ന് കരയും, ഉപ്പ ഉപ്പ എന്ന് കരയുമ്പോ കാല് പിടിച്ച് കരഞ്ഞാലും മക്കളെ ഉപ്പ ഇപ്പോ വരാം, പള്ളിയിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ തള്ളയിലേക്ക് ഏൽപ്പിക്കണേ. സാമ്പത്തികമായി സ്രോതസ്സുണ്ട്, കഴിവുണ്ട്, അള്ളാഹ്ക്ക് കൊടുക്കടോ, പള്ളിക്ക് കൊടുക്കടോ, മദ്രസയ്ക്ക് കൊടുക്കടോ എന്ന് പറയുമ്പോ തരാം, ഇൻഷാ അള്ളാഹ് സമയമാകട്ടെ തരാം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയുന്ന മനുഷ്യ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. ഇനിയൊരു സമയം നിനക്ക് വേണ്ടി വരുമെന്ന് കാത്തിരിക്കാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് എത്രയും വേഗം കൊടുക്കാനുള്ളത് കൊടുക്കണേ, പിടിച്ചു വെക്കല്ലേ. അങ്ങനെ നീ പിടിച്ചു വെക്കുമ്പോ നിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്തും പരിവാരങ്ങളും വരുമ്പോ നീ ആ സമയത്ത് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്, ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഓരോരുത്തരുടെയും നിലവിളിയാണ്, വെപ്രാളമാണ്, അലമുറയിട്ട് അട്ടഹസിച്ച് വിളിച്ചു പറയുന്ന രംഗമാ ഇത്. വിളിക്കാതെ ഒരാളും ഈ ദുനിയാവിൽ നിന്ന് വിട പറയൂല കേട്ടോ. പറഞ്ഞവക്കാണ് ഇതൊക്കെ പിടിച്ചു വെച്ചോ, നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും അല്ലാഹ്. ഖുർആൻ അല്ലെങ്കിൽ പിന്നെ ഖുർആൻ വിശ്വസിക്കണ്ടല്ലോ നമ്മള്. പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ വിശ്വസിക്കുന്ന നമ്മൾ ആ ഖുർആന്റെ ആയത്തുകൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹിയുടെ മേലേക്ക് അവതരിപ്പിച്ചെങ്കിലും ഞാൻ ഇത് ഓതിയാൽ അബൂബക്കറെ നിനക്കുള്ളതാണിത്. അല്ലാമ ഇഖ്ബാൽ റഹ്മഹുല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. അദ്ദേഹം പറയുന്നു, കുന്തു തഅവ്വദ്തു അൻ അഖറഅൽ ഖുർആന 3 സനവാത്ത്. 3 വർഷം തുടർച്ചയായിട്ട് ഞാൻ ഖുർആൻ ഓതുന്ന സ്വഭാവം എനിക്കുണ്ട്. തുടർച്ചയായിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഫറആനി അബി, എൻ്റെ വാപ്പ എന്നോട് അത് നോക്കും കാണും. എൻ്റെ വാപ്പ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതും എനിക്ക് കാണാം. സുബഹി നമസ്കാരത്തിന് ശേഷം ഞാൻ ഖുർആൻ ഓതുന്നത് എൻ്റെ പിതാവ് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. എന്നോട് ചോദിക്കും, യാ ഇഖ്ബാൽ മാദാ തസ്നഉ, നീ എന്താണ് ചെയ്യുന്നത്? ഫഅഖൂലു, ഞാൻ പറയും, അബി അഖറഉൽ ഖുർആന, ഖുർആൻ ഞാൻ ഓതുകയാണ്. 3 വർഷം വരെ എൻ്റെ ഉപ്പ സുബഹി കഴിഞ്ഞ് ഞാൻ ഖുർആൻ ഓതുമ്പോൾ എന്നോട് ചോദിക്കും. 4ാമത്തെ വർഷം എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു, യാ ഇഖ്ബാൽ, മോനെ ഇഖ്ബാലേ, നീ ഖുർആൻ ഓതുകയല്ലേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇഖ്റഇൽ ഖുർആൻ കമാ ഉൻസില അലൈക, മോനെ നീ വെറുതെ ഖുർആൻ ഓതി പോകരുത് കേട്ടോ. നീ ഖുർആൻ നിന്റെ മേലാണ് ഇറക്കപ്പെട്ടത് എന്ന ഭാവത്തിലും രൂപത്തിലും നീ ഖുർആൻ ഓതണേ. വെറുതെ ഓതി പോരുത്, വെറുതെ ഖുർആൻ ഓതി പോകരുത്. എൻ്റെ മേലാണ് ഇതിറക്കിയത്, എൻ്റെ മേലാണ് ഇതിറക്കിയത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചാൽ യാ അബൂബക്കർ, യാ അബൂബക്കർ, യാ ഉമറു, യാ ഉസ്മാൻ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെയാണ് ആ ഇഷാറ, ആ സിഗ്നൽ നമ്മളിലേക്കാണെന്ന ചിന്ത വേണേ. എന്നെയാണല്ലോ വിളിക്കുന്നത്, എന്നെയാണല്ലോ വിളിക്കുന്നത്. അങ്ങനെ നീ ഓതണം മോനെ. ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു, അന്ന് മുതൽ ഞാൻ ചിന്തിച്ചാണ് ഓതാൻ തുടങ്ങിയത്. ആ ഖുർആനാണ് എന്നെ മാറ്റിമറിച്ചത്. ആ ഖുർആനാണ് എന്നെ മാറ്റിമറിച്ചത്. പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനെ മുറുകെ പിടിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല.
കാന അലിയുൻ റളിയല്ലാഹു തആല അൻഹാ ഫാത്തിഹ ഖൈബറ. ഖൈബറിനെ അലി റളിയല്ലാഹു അൻഹു കീഴ്പ്പെടുത്തിയത് പരിശുദ്ധമായ ഖുർആൻ കൊണ്ടാണ്. ഒരിക്കൽ അഫ്ഗാനിസ്ഥാനിലെ നേതാവ്, അഫ്ഗാനിസ്ഥാനിലെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാലിനെ ഇന്ത്യയിൽ നിന്ന് അതിഥിയായി വിളിച്ചപ്പോൾ അഫ്ഗാനിന്റെ മന്ത്രിയുടെ അരികിലേക്ക് അദ്ദേഹം കൊണ്ടുപോയ സമ്മാനം, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത് പരിശുദ്ധമായ ഖുർആനാണ്. നാദിർ ഖാൻ, അഫ്ഗാനിലെ പ്രധാനമന്ത്രി നാദിർ ഖാൻ്റെ അദ്ദേഹം അല്ലാമ ഇഖ്ബാലിനെ ക്ഷണിച്ചപ്പോൾ കൊണ്ടുപോയി കൊടുത്ത സമ്മാനം, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തത് ഇവിടുത്തെ കാരയ്ക്കായോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏലക്കയോ ഇവിടുത്തെ കുരുമുളകോ ചുക്കോ ഒന്നും അല്ല കൊണ്ടുപോയത്. കൊണ്ടുപോയി കൊടുത്തത് പരിശുദ്ധമായ ഖുർആനാണ്. പരിശുദ്ധമായ ഖുർആനാണ്. ഈ ഖുർആനാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചത് അല്ലാമ ഇഖ്ബാൽ അലൈഹി റഹ്മ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പരിശുദ്ധമായ ഖുർആൻ, ഇന്ന ഹാദൽ കിതാബ്, ഈ ഗ്രന്ഥമുണ്ടല്ലോ, പെട്ടെന്ന് സമയം പോയി, 4:30 മർഹബ. അല്ലാഹു അക്ബർ. അതിനകത്തുള്ള